ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് ദിവസമായല്ലേ. ഇതൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. ഈവനിങ് സ്നാക്സ് എന്ന് മാത്രമല്ല, പുട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടമാവും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ വൈകിട്ട് ബാലൻസ് പുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ കഷ്ണം പുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ വൈകിട്ട് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. ഇതിനോടൊപ്പം എന്തെങ്കിലും നമുക്ക് ചായയോ കോഫിയോ എന്താണെങ്കിലും ഇരുന്ന് കഴിക്കാം. ഇത് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ അതിന് രാവിലെ പുട്ടായിരുന്നു, അത് ബാലൻസ് വന്നേക്കണ 2 പീസ് പുട്ടുണ്ട്. പിന്നെ ഞാനൊരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, ഒരു സവാള, പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇവിടെ കുട്ടികൾക്ക് എരിവല്ല അവർക്ക് കൊടുക്കാനാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പച്ചമുളക്, അത് തന്നെ അവർ കഴിക്കണതിൻ്റെ ഇടയിൽ ആ പച്ചമുളക് എടുത്ത് മാറ്റി വെച്ചിട്ടൊക്കെ അവർ കഴിക്കുള്ളൂ. അപ്പോൾ ഒരു ചെറിയ പീസ് ക്യാരറ്റ് കുഞ്ഞാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് ക്യാരറ്റ് മാത്രമല്ല കേട്ടോ, നമ്മളുടെ അടുത്തുള്ള വെജിറ്റബിൾസ്, ഈ ക്യാബേജ് ഇടാം, പിന്നെ ബീൻസ് ഇടാം, എന്താണെങ്കിലും വെജിറ്റബിൾസ് അല്ലേ ഇപ്പോൾ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ അരിഞ്ഞു വെച്ചേക്കണ വെജിറ്റബിൾസും സവാള എല്ലാനും ഞാൻ ഒരു ബൗളിലേക്ക് ഇടണേന്ന് കേട്ടോ. നമുക്ക് ഈ വെച്ചേക്കണ മുട്ടയും കൂടിയും ഇതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ടാം കേട്ടോ. മതിയാവും, കാരണം പുട്ടിന് ഉപ്പുള്ളതാണ്. എന്നിട്ട് നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളവർക്ക്, എരിവ് അത്യാവശ്യം വേണമെന്നുള്ളവർക്ക് ഒരു പച്ചമുളകും കൂടി ആവശ്യത്തിന് ഇടാം. പിന്നെ കുരുമുളക് പൊടി ഇടാം. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മാക്സിമം ഇതിൽ എല്ലാവരും ഇതാവുന്ന രീതിയിൽ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേണ്. മതിയാവും. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ഈ എഗ്ഗ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കാൻ പോയാണ് കേട്ടോ. ഇത് നല്ലോണം നമുക്ക് ചിക്കി എടുക്കാം. ഇത് ഞാൻ ഒരു എഗ്ഗ് എടുത്തിട്ടുള്ളൂ, കാരണം പുട്ട് ചെറിയ 2 പീസ് പുട്ടല്ലേ ഉള്ളൂ. എഗ്ഗ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ടാൽ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എഗ്ഗ് കൂടുതൽ നിന്ന് കഴിഞ്ഞാലും ചിലവർക്ക് അത് ഇഷ്ടമാവും. ആ പുട്ട് ഇഷ്ടമല്ലാത്തവരാണ് കഴിക്കണമെങ്കിൽ ആ എഗ്ഗ് കൂടുതൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ അതിന് കോരി കഴിക്കാൻ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് നല്ലോണം ഇത് ചിക്കി എടുക്കാം. ഇത് ഫുള്ള് ഡ്രൈ ആവുന്നവരെയും കാത്തു നിൽക്കരുത് പുട്ടിടാൻ വേണ്ടിയിട്ട്. ഒന്ന് അതിൻ്റെ മുട്ടയുടെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പുട്ടിട്ട് കൊടുക്കണം. അപ്പോൾ തീ ഞാൻ കുറച്ചിട്ടേക്കണേ. ഇനി നമുക്ക് പുട്ടൊന്ന് ഉടച്ചെടുക്കുക നല്ലോണം നമ്മുടെ കൈ കൊണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ കൈ കൊണ്ടാണ് കേട്ടോ ഉടക്കണത്. പുട്ട് ഞാൻ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയുടെ കൂട്ടെ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ചിക്കാം കേട്ടോ. ആ പുട്ടും മുട്ടയും കൂടിയും ഇതിൽ കിടന്ന് നല്ലോണം മിക്സായി മൊരിയുമ്പോൾ നല്ല സ്മെല്ല് ഇങ്ങനെ പുറത്തോട്ട് വരും. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നല്ലോണം ചിക്കിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ആ മുട്ടപ്പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണേണ്. ഇതിൽ വേപ്പലൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. വേപ്പലൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേപ്പല എടുത്ത് കളയുമ്പോൾ ആ വേപ്പലയുടെ ഉള്ളിൽ ഈ മുട്ടയും പുട്ടിൻ്റെ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതും അവരെടുത്ത് കളയും. കൂടുതലും ഇത് നമ്മൾ വലിയവരൊക്കെ കഴിക്കാനാണ് ഇത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് എരിവും
അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കാം. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇതിന് വേറൊരു ടേസ്റ്റ് വരും കേട്ടോ. ആ കുരുമുളകിൻ്റെ ഫ്ലേവർ എടുത്ത് നിൽക്കും. അതും ടേസ്റ്റാണ്, അത് രസമാണ് കഴിക്കാൻ. ഹലോ, അപ്പം ഞാൻ എൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ആവി പറക്കണ മുട്ടപ്പുട്ട്. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല രസമാണ്. അപ്പം ഞാനിത് ഓഫ് ചെയ്യണം, ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റി. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. അടിപൊളി ഫുഡാണ്. ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ല ഐസ, ഹലോ പറഞ്ഞേ. ഹലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഫുള്ള് കാണണം കേട്ടോ, വീഡിയോ ഫുള്ള് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. കമൻറ്റ് ബോക്സൊക്കെ കാലിയാണ്, ആരും കമൻറ്റ് ഒന്നും അങ്ങനെ ചെയ്യണില്ല. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതൊക്കെ വായിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് പിന്നെ കാണാം.